കർഷകർക്ക് പ്രതീക്ഷയേകി കൊക്കോയുടെ വില സർവ്വകാല റെക്കോർഡിലെത്തി. ഉണങ്ങിയ കൊക്കോ കുരുവിന് കിലോയ്ക്ക് 400 രൂപയ്ക്ക് മുകളിലാണ് നിലവിലെ വില. ഉൽപാദനവും ഇറക്കുമതിയും ഗണ്യമായി കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. 1980കളിലാണ് ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷി വ്യാപകമായത്. ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങളിൽ ഇടം പിടിച്ചതോടെ നല്ല വിലയും കിട്ടിയിരുന്നു. ഇറക്കുമതി കൂടിയതോടെ വിലയിടിഞ്ഞു. ഭൂരിഭാഗം പേരും കൊക്കോ കൂട്ടത്തോടെ വെട്ടിമാറ്റി മറ്റു കൃഷികൾ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ കർഷകർക്ക് നല്ല വില കിട്ടുന്നത്. 1 കിലോ പച്ചക്കുരുവിന് 150 രൂപ വരെ വിലയുണ്ട്. കർഷകർക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ സീസൺ കഴിഞ്ഞു, അതായത് മെയിൻ സീസൺ കഴിഞ്ഞ് ഹാർവെസ്റ്റ് ചെയ്ത് ഓൾറെഡി സോൾഡ് ചെയ്തു. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇനി കിട്ടുന്ന ലാസ്റ്റ് ഇനി ഉണ്ടാക്കുന്ന കായ്ക്ക് വില നിൽക്കുവാണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അത്രയും എന്താ പറയുന്നത് കർഷകന് ബെനിഫിറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ട്രേഡേഴ്സ് സ്റ്റോക്കിസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആണ്, സ്റ്റോക്ക് ചെയ്തിട്ടുള്ളവർക്ക്. അല്ലാതെ ഫാർമേഴ്സിനെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് ആണെങ്കിൽ ഇപ്പം നിലവിലുള്ള ഈ വില കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ് ആകും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വർഷത്തിൽ 3 തവണ വരെ കൊക്കോ വിളവെടുപ്പ് നടത്താം. 3 കിലോ പച്ചക്കുരു ഉണക്കിയാൽ 1 കിലോ ഉണങ്ങിയത് കിട്ടും. കുറഞ്ഞ പരിപാലന ചിലവാണ് പ്രധാന ആകർഷണം. ഭേദപ്പെട്ട വില കിട്ടാൻ തുടങ്ങിയതോടെ ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ തനിവിളയായും ഇടവിളയായും കർഷകർ വ്യാപകമായി കൊക്കോ ചെടികൾ നടാനും തുടങ്ങി. മികച്ച വിളവ് നൽകുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇപ്പോൾ നടുന്നത്. ഹൈബ്രിഡ് കൊക്കോ ചെടികൾ ശിഖരങ്ങളായി പന്തലിക്കും. പുറന്തോടിന് കനം കുറവായതിനാൽ ഉള്ളിൽ നിറയെ പരിപ്പും കാണും. അഴുകൽ രോഗവും മഞ്ഞളിപ്പും കൃഷിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. എലി, അണ്ണാൻ, മരപ്പട്ടി തുടങ്ങിയവ കായ്കൾ തിന്നു നശിപ്പിക്കുന്നതും വ്യാപകമാണ്. ഉൽപാദനം കുറഞ്ഞതിനാൽ വരും വർഷങ്ങളിലും ഉയർന്ന വില കിട്ടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. ജനം, ഇടുക്കി.